90% മാർക്ക് കിട്ടാൻ എന്ത് ചെയ്യണം? വളരെ സിമ്പിൾ പരിപാടിയാണ്. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ഈ പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കുന്ന പരിപാടിയില്ലേ, അതുകൊണ്ട് നിർത്തുക. സാർ പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കുന്ന നിർത്തിയാൽ പിന്നെ മാർക്ക് കിട്ടാം. എപ്പോഴും പ്രശ്നപ്പെടാൻ പറ്റുമെന്ന് അറിയാം. നിങ്ങൾ ഈ മാർക്ക് കിട്ടാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യും? പരീക്ഷയുടെ ദിവസങ്ങൾ, ഓണപരീക്ഷ, പരീക്ഷ, ആ ദിവസങ്ങൾ ഭയങ്കര പഠിത്തം കൊണ്ട് പഠിക്കും. തൽക്കാലം ചിലപ്പോൾ ഓണപരീക്ഷയിൽ കുറച്ച് മാർക്ക് കിട്ടുകയും ചെയ്യും. പക്ഷെ ആ കിട്ടുന്ന മാർക്കും ആ കിട്ടുന്ന നോളേജും നിങ്ങളെ പബ്ലിക് എക്സാമിന് ഹെൽപ്പ് ചെയ്യാൻ പോകുന്നില്ല. അതുകൊണ്ടാണ് പല സമയം നമ്മൾ കണ്ടിട്ടുണ്ട്, ഓണപരീക്ഷയും ക്രിസ്മസ് പരീക്ഷയും നല്ല മാർക്ക് കിട്ടും കുട്ടികൾക്ക്. പക്ഷെ ആ കുട്ടികൾക്ക് തന്നെ പബ്ലിക് എക്സാമിന് മാർക്ക് കിട്ടില്ല. കാരണം എന്താണ്? അവർ ഈ തട്ടിമുട്ടൽ പഠനം പഠിച്ചിട്ട് മാർക്ക് കിട്ടിയവരാണ്. പക്ഷെ പബ്ലിക് എക്സാമിന് ഫുൾ സിലബസ് വരുന്ന സമയത്ത് ഇവർക്ക് ആ പരിപാടി ചെയ്യാൻ പറ്റില്ല. അപ്പോഴാണ് പെട്ടെന്ന് മനസ്സിലാവുക. അതുവരെ ഭയങ്കര കോൺഫിഡൻസ് ആയിരിക്കും, ഞാൻ പഠിച്ചെടുക്കും. പക്ഷെ പബ്ലിക് എക്സാമിന് ഇത്രയും സിലബസ് ഒറ്റടി കാണുമ്പോൾ പണി പാടിയല്ലോ എന്ന് അപ്പോഴായിരിക്കും മനസ്സിലാവുക. തീർക്കാൻ പറ്റില്ല. പിന്നെ സൊല്യൂഷൻ എന്താ? സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണോ. നിങ്ങൾ ഡെയിലി കുറച്ചെങ്കിലും കൺസിസ്റ്റൻ്റ് ആയിട്ട്, കൺസിസ്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും 2 മണിക്കൂർ വേണ്ട, നിങ്ങൾ മെല്ലെ സ്റ്റാർട്ട് ചെയ്താൽ മതി. എന്നിട്ടും നിങ്ങൾക്ക് പ്രാക്ടിക്കലി സ്പീക്കിംഗ് എല്ലാ ദിവസവും 2 മണിക്കൂർ അങ്ങനെ പഠിക്കാൻ പറ്റണമെന്നില്ല. ഒരു ഡെയിലീഷ് എന്ന് പറഞ്ഞൊരു വാക്കുണ്ട്, ആ രീതിയിൽ പഠിക്കാം. ആഴ്ചയിൽ 7 ദിവസം ഉണ്ടെങ്കിലും നിങ്ങൾ 5 ദിവസമെങ്കിലും നിങ്ങൾ ഒരു 1.5 മണിക്കൂറെങ്കിലും പഠിച്ചു കഴിഞ്ഞാൽ ആ പഠനവും ഈ പരീക്ഷയുടെ തലേന്ന് മാത്രം പഠിക്കുന്ന പഠനവും നമ്മൾ ഭയങ്കര ഡിഫറൻസ് ആയിരിക്കും ഉണ്ടാകും. കാരണം അങ്ങനെ പഠിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ പബ്ലിക് എക്സാം വരെ നിങ്ങളുടെ തലമണ്ടയിലുണ്ടാവും. ഈ ഫുള്ളായിട്ടില്ലെങ്കിലും ആ സമയത്ത് റിവിഷനൊക്കെ ചെയ്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതങ്ങോട്ട് സെറ്റാക്കാൻ പറ്റും. അങ്ങനെ പഠിക്കുന്ന കുട്ടികളായിരിക്കും നിങ്ങൾ നോക്കിക്കോ ഈ പറഞ്ഞ 90%, 95%. അപ്പൊ ഡെയിലി അല്ല, ഡെയിലീഷ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ ഒരു കോൺസെപ്റ്റ് തലയിൽ കയറിയെങ്കിൽ കമന്റ് ബോക്സിൽ ഒരു കമന്റ് ഇട്ടേക്ക്. +2 ഇരേ ബാച്ച് May 5 സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് അഡ്മിഷൻ എടുക്കുക.